ഹായ് ഫ്രണ്ട്സ്, ഓണം സീരീസിൻ്റെ 2ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങളിൽ ഒന്നായ രുചികരമായ അവിയലാണ്. നാടൻ സ്റ്റൈലിൽ തേങ്ങ അധികം അരയ്ക്കാതെ നല്ല ടേസ്റ്റിൽ എങ്ങനെ ഒരവിയൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: മുരിങ്ങയ്ക്കായ 1 ക്യാരറ്റ് 2, പച്ചക്കായ 1, ചേന 200 ഗ്രാം, വെള്ളരിക്ക 1 കപ്പ്, പയർ 10 മുതൽ 12 വരെ. അത് എണ്ണത്തിനനുസരിച്ച്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില 2 തണ്ട്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, തൈര് 1/2 കപ്പ്. അടുത്ത് ഈ അരപ്പ് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിയത് 1/2 കപ്പ്, പച്ചമുളക് 3, എരിവിനനുസരിച്ച്, ജീരകം 1 ടീസ്പൂൺ. തയ്യാറാക്കുന്ന വിധം: ആദ്യം എല്ലാ പച്ചക്കറികളും ഒരേ നീളത്തിൽ അരിഞ്ഞ് കഴുകി വയ്ക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക്, അത് മൺചട്ടിയാണെങ്കിൽ അവിയൽ തയ്യാറാക്കുക നല്ലതാണ്. ഇനി ഈ പാത്രത്തിൽ കഴുകി വച്ചിരിക്കുന്ന പച്ചക്കറികളും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും അടച്ച് വെച്ച് വേവിക്കാം. പച്ചക്കറികൾ വെന്തുടയാതെ നോക്കണം. ഇതിനിടയിൽ തേങ്ങയും പച്ചമുളകും ജീരകവും മിക്സിയിൽ ചേർത്ത് ചെറുതായി ഒന്ന് ചതഞ്ഞ രീതിയിൽ മാത്രം അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്താൽ സ്വാദ് കൂടും. പച്ചക്കറികൾ വെന്തതിനു ശേഷം ഈ തേങ്ങ അരപ്പ് ചേർത്ത് പതുക്കെ ഇളക്കുക. 2 മുതൽ 3 മിനിറ്റ് വരെ മാത്രം ചൂടാക്കുക. അതിനുശേഷം തീ കുറച്ച് വെച്ച് തൈര് ചേർത്ത് നന്നായി യോജിപ്പിക്കാം. തൈര് ചേർത്താൽ പിന്നെ തിളപ്പിക്കരുത്. അവസാനമായി കറിവേപ്പിലയും നല്ല വെളിച്ചെണ്ണയും മുകളിലൂടെ ഒഴിച്ച് പതുക്കെ ഇളക്കുക. ഇതാണ് അവിയലിന് യഥാർത്ഥ മണവും രുചിയും നൽകുന്നത്. നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അവിയലിൻ്റെ അതേ ടേസ്റ്റ് ഇതിന് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഓണസദ്യ സ്പെഷ്യൽ അവിയൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. സദ്യയ്ക്കും ചോറിനും ഒപ്പം കഴിക്കാൻ വളരെ രുചികരമായ ഒരു അവിയലാണിത്. നിങ്ങൾ ഒരിക്കൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻറ്റിൽ പറയാനും മറക്കരുതേ. ഓണം സീരീസിലെ അടുത്ത വിഭവവുമായി നമുക്ക് ഉടൻ കാണാം. താങ്ക് യു.